ഒത്തുചേരലിൻ്റെ സന്തോഷവും സ്നേഹത്തിൻ്റെ സംഗീതവുമായി ഖയാലിൻ്റെ പുതിയൊരു അധ്യായം കൂടി. ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്ത പിന്നണി ഗായകൻ നജീം അർഷാദ്. നജീം, വീണ്ടും സ്വാഗതം. വീണ്ടും താങ്ക്സ്. താങ്ക് യു. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹരിഹരൻജിയുടെ ഗസൽസ് ഒക്കെ കുറെ കേൾക്കാറുണ്ട്. പിന്നെ ആരുടെയൊക്കെയാണ് കേൾക്കാറ്? പിന്നെ ഗുലാം അലി സാബിൻ്റെ ആണ് പിന്നെ എനിക്കിഷ്ടമുള്ളൊരു മെഹദി ഹസൻ, ഇത് തന്നെയാണ് എല്ലാം കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ സാധാരണ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പം ഇടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാടാറുണ്ടോ പ്രോഗ്രാംസിന്? അതോ ഫിലിം ഷോസ് അല്ലേ ചെയ്യാറ്? അപ്പോ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അന്നേരം ഒരു അൺപ്ലഗ്ഡ് പോലെ കുറച്ച് പാടും. അങ്ങനെ ഫുള്ളായിട്ട് പാടിയിട്ടില്ല. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ റിക്വസ്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. റഫി സാബിന്റെ ഒക്കെ പാട്ടുകൾ കുറെ പാടാറില്ലേ? പാടാറുണ്ട്. അങ്ങനെ ഹിന്ദിയിൽ ഒരെണ്ണം പാടിയിരുന്നില്ലേ? ഹിന്ദി ഒരു ഫിലിം, ഒരു അക്കാഡമിക് മൂവിയാണ്. അപ്പൊ അത് ഫെസ്റ്റിവൽസിന് മാത്രമേ കാണിക്കുള്ളൂ. അതിങ്ങനെ മ്യൂസിക് കമ്പോസർ അദ്വൈത് നെംലേക്കർ എന്ന് പറഞ്ഞിട്ടൊരു മഹാരാഷ്ട്രക്കാരനാണ്. ഓക്കെ, യു നോ ഹിം? He sang for him, you know. അപ്പൊ അതിങ്ങനെ ഒരു നല്ലൊരു ഭാഗ്യമായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി എല്ലാവരുടെയും ഒരു ഡ്രീം അല്ലേ അത്. അങ്ങനെ ഇന്നിപ്പോൾ പാടാൻ പോകുന്നത്, ഞാൻ ആദ്യം പാടാൻ വിചാരിക്കുന്നത് മെഹദി ഹസൻ സാറിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗസലാണ്. അങ്ങനെ ഒരു ഹെവി ഗസലൊന്നും അല്ല, അത് ഇറ്റ്സ് എ വെരി സിമ്പിൾ സോങ്. നമ്മളൊരു രാഗ് ഭൂപ്പ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള, നമ്മുടെ മോഹനത്തിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സോങ്. അപ്പം അത് ഇന്ന് പാടാമെന്നാ വിചാരിക്കണേ. बुलबुल ने गुल से, गुल ने बहारों से कह दिया, बुलबुल ने गुल से, गुल ने बहारों से कह दिया, एक चौदहवीं की चांद ने तारों से कह दिया, दुनिया किसी के प्यार में जन्नत से कम नहीं, दुनिया किसी के प्यार में जन्नत से कम नहीं, एक दिलरुबा है दिल में जो फूलों से कम नहीं, दुनिया किसी के प्यार में जन्नत से कम नहीं, दुनिया किसी के प्यार में.
സുനി